ഗോസ്റ്റ് ബസ്റ്റേഴ്സ് ദി ഫ്രോസൺ എംപയർ ഡയറക്റ്റഡ് ബൈ ജിൽ എനൻ. ഇത് ഈ ഒരു ഫ്രാഞ്ചൈസി ഇതേ 4ാമത്തെ സിനിമ ഇട്ടത്. ഇതിന് മുന്നേ ഒരു 3 സിനിമ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ പക്ഷേ സിനിമ കണ്ടിട്ടില്ല. അത് മാത്രമല്ല, ഡയറക്ടറും വേറെ ഡയറക്ടർ മരിച്ച് ഡയറക്ടർ മരണപ്പെട്ടതിന് ശേഷം പുതിയ ഡയറക്ടർ ഈ ഫ്രാഞ്ചൈസി കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ജിൽ എനൻ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് റൈറ്റർ ഇതിന് മുന്നത്തൊക്കെ ഈ ഫ്രാഞ്ചൈസിലുള്ളതിന് മുന്നത്തൊക്കെ സിനിമയില്ല. അപ്പോൾ അത് തന്നെ ഞാൻ പറയാൻ വന്നത്. അപ്പോൾ ഈ ഒരു സിനിമ ഉണ്ടല്ലോ, ഇതിന് മുന്നത്തെ സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഫ്രാഞ്ചൈസിന് മൊത്തത്തിലല്ല ഞാൻ ഈ റിവ്യൂ പറഞ്ഞു. ഈ ഒരു സിനിമയെ പറ്റി മാത്രമാണ്. ഇതിന് മുന്നത്തെ സിനിമ കാണണമെന്നില്ല ഈ ഒരു സിനിമ മനസ്സിലാക്കാൻ. പക്ഷേ ഈ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഗോസ്റ്റ് ബസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല എന്താണ് സിനിമ, എന്താ സംഭവം എന്നുള്ള അറിയാലോ. ഇത് ഈ മറ്റേ പ്രേതങ്ങളെ പിടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, പ്രേതങ്ങളെ പിടിക്കുന്ന ഒരു ഗ്രൂപ്പ്. ഇപ്പോൾ വല്ല ഫയർഫോഴ്സ് അല്ലെങ്കിൽ പോലീസ് ഇല്ലെങ്കിൽ പട്ടാളം, മിലിറ്ററി പോലീസ് എന്നൊക്കെ പറഞ്ഞ പോലെ ഉള്ളൊരു ഗ്രൂപ്പാണ് സിനിമയിൽ. അപ്പോൾ ഗോസ്റ്റ് ബസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവരിത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിത് കാണുന്ന സമയത്ത് ഒരു കോമഡി, ഒരു ഹൊറർ സാധനമാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അതിൻ്റെ ഓവർവ്യൂലൊക്കെ അത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ കണ്ടിട്ടുള്ള ഹൊറർ മൂവീസിൽ വെച്ചിട്ട് ദി വേസ്റ്റ് വൺ, അത്രയും മോശം സിനിമയാണ് ഗോസ്റ്റ് ബസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു നമ്മൾ ഈ ഹൊറർ സാധനം മിക്ക ആൾക്കാർക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഹൊറർ മൂവീസിൽ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന മൂവീസിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതിലൊന്നുമില്ല വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രേതങ്ങൾക്കൊരു വിലൻ്റെ ഇതിന് ഞാനൊരു സീന് പറഞ്ഞുതരാം. ഇതിനൊരു പെണ്ണ് വെറുതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ചെസ് കളിക്കും. അപ്പോൾ പ്രേതം വന്ന് കമ്പനിക്ക് ചെസ് കളിക്കും. എങ്ങനെയുണ്ട്, വെറൈറ്റി ആയില്ലേ? പ്രേതം വന്ന് ചെസ് കളിക്കണം, എന്തൊക്കെ കാട്ടുന്നത്. അതേപോലെ തന്നെ പ്രേതങ്ങളെ അത് മൃഗശാലയിൽ ഇങ്ങനെ മൃഗങ്ങളെ പുലിനെ സിംഹത്തിനൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ, നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ പ്രേതങ്ങൾ ഇങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട് ഇതിൽ. അതിൻ്റെ ഓരോ സാധനത്തിൻ്റെ എക്സ്ട്രാക്ട് ചെയ്യണപ്പെട്ട കോമാളിത്തരം കാണണം. അതാണ് VFX മോശം. ഇത്തെ കാസ്റ്റിംഗ് ആണെങ്കിൽ ഭൂരാള കൂതറ. അതായത് ഇത് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രത്തെ ഗെയിം ഓഫ് ത്രോൺസിൽ ഇത്രയും കാസ്റ്റിംഗ് വന്നിട്ടില്ല, അത്ര വലിയ വെബ് സീരീസ് ഇത്രയും കാസ്റ്റിംഗ് വന്നിട്ടില്ല. ഇത് അതിനെക്കാളും വലിയ കാസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. എന്നിട്ട് ഇത് പല ആൾക്കാർ വെറുതെ വന്ന് പോവുക സിനിമയിൽ. അത് ഇവർക്ക് കഥ എഴുതണ മുന്നേ ആൾക്കാരെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കണം തോന്നുന്നു. പക്ഷേ കഥ എഴുതി വന്നപ്പോൾ ഇത്രയും ആൾക്കാർ ആവശ്യമില്ല. പിന്നെ അപ്പോൾ പറഞ്ഞ എന്നു വിചാരിച്ചാൽ അവർ എടുത്തിട്ടുണ്ടാവും. അല്ലാതെ ഇങ്ങനെ വരും ഒരു സിനിമ. അതേപോലെ തന്നെ ഈ സിനിമ ഉണ്ടെങ്കിൽ ഓരോ ആൾക്കാർ എന്ത് പുല്ല് കാണിക്കാൻ അവർ വന്നതെന്ന് ആലോചിക്കും നമ്മൾ. അതേപോലെ ത്രില്ലിംഗ് എന്ന് പറയുന്ന സാധനം ഇതിലില്ല. പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 1.25 മണിക്കൂറാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. അതിൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഒരു ഗോസ്റ്റ് ബസ്റ്റേഴ്സ് അല്ലേ, അപ്പോൾ ഇവർക്ക് എല്ലാ പ്രേതങ്ങളും പുല്ലാണ് ഇവർക്ക്. അപ്പോൾ എന്തായാലും ഒരു പവർഫുള്ളായിട്ടുള്ള ഏതൊരു ഭൂതം പ്രേതം അതിനെ കൊണ്ടുവരണ്ടേ. അതിന് വേണ്ടിയിട്ട് ഒരു സാധനത്തിനെ കൊണ്ടുവരേണ്ട ഭൂതം പോലെ ഇങ്ങനെ കൊമ്പ് ഇങ്ങനെയൊക്കെ വെച്ചിട്ട്, നമ്മളെ തോറ് സിനിമൻ്റെ തോറ് റാഗ്നോർക്ക് കണ്ടിട്ടുള്ള ആ സാർത്തർ എന്ന് പറഞ്ഞൊരു വില്ലുണ്ട്, ഫുള്ള് ഫ്ലെയിം ആയിട്ടുള്ള. അത് കറക്റ്റ് ഞാൻ അങ്ങനെ ഉണ്ടാവും. അതേപോലത്തെ ഒരു സാധനം തിരികെ വരുന്നുണ്ട്. അയ്യോ, അത് വന്നിട്ട് പിടിക്കുന്ന കാണണം. അയ്യോ, ടിപ്പിക്കൽ സാധനമായി പോയി. ക്ലൈമാക്സിലെങ്കിലും എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്തു. അതുമില്ല. ഇങ്ങനെ 1.5 മണിക്കൂറോ വെറുപ്പിച്ച് എന്നാൽ പിന്നെ ക്ലൈമാക്സിനോട് എടുക്കുമ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്തു. അതും ഇല്ല. ഇത് ഞാൻ പറയണ്ട, അത് ചിലപ്പോൾ അമേരിക്കക്കാരൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തു എന്നൊക്കെ ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മളിതെന്താ, ഇതിന് മുന്നത്തെ ഇറങ്ങിയിട്ടുള്ള സിനിമകൾ കാണാതെ, അത് ഹോളിവുഡിൽ ഒരൊറ്റ ഹൊറർ മൂവി പോലും കാണാതെ ഈ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇതിന് മുന്നേ ഒരു ഹൊറർ മൂവി ഇപ്പോൾ എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള സാധനങ്ങളുണ്ട്. ലൈറ്റ്സ് ഔട്ട് പോലെ, അല്ലെങ്കിൽ കോൺജറിങ്, നണ്ണ്, ഇതൊക്കെ പോലത്തെ ഇൻസീഡിയസ്, അൺഫ്രണ്ട്ലി ടു ഫ്രണ്ട് റിക്വസ്റ്റ്, ഇങ്ങനത്തെ കുറേ സിനിമകളുണ്ട് ഹൊറർ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സിനിമകൾ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ 1.5 മണിക്കൂർ പോലും ഇരുന്ന് കാണാൻ പറ്റില്ല. അത്രക്ക് സഹിക്കാൻ പറ്റാത്ത സാധനമായി പോയി. അതായത് 1.5 മണിക്കൂറോളം ഒന്നുമില്ല ഒരു സിനിമയെന്ന് പറയുമ്പോൾ, അതൊരു ഹൊറർ മൂവിയിൽ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ എന്താ അപ്പോൾ ഒരു സിനിമേൻ്റെ അവസ്ഥ. എന്നിട്ട് ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ നമുക്കറിയാം ഇതൊക്കെ തന്നെ അതന്നെ സംഭവിക്കുന്നത്. അപ്പോൾ പ്രേതത്തിൻ്റെ ഒരു പാസ്റ്റ് വേണമല്ലോ, അത് ടിപ്പിക്കൽ സാധനം. എത്ര സിനിമയിലും ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയോ, അതേ പാസ്റ്റ് അതന്നെ. അയ്യോ, എന്തിനാണ് ഈ സിനിമ എടുക്കുന്നത്? ഇതിന് മുന്നത്തെ സാധനങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇതിനിപ്പോൾ ഡയറക്ടർ മാറിയപ്പോൾ വന്ന ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇതിന് മുന്നത്തെ സാധനം കണ്ടിട്ടില്ല. കാരണം അതെനിക്ക് അതിനെ പറ്റി നല്ലതോ മോശമോ പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു സിനിമ ഉണ്ടല്ലോ, ഇത് ഗോസ്റ്റ് വൺ, ഇതിനേക്കാളും മോശപ്പെട്ട ഓർമ്മ മൂവിയെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്ത സാധനം. പിന്നെ അന്ന് 2 എനിക്ക് അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പക്ഷേ അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അന്ന് 1 ഭീകര സാധനം, അന്ന് 2 എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നില്ല. അതിന് ഇഷ്ടപ്പെടാത്ത പല ഓർമ്മ മൂവീസ് ഉണ്ട്. പക്ഷേ ഇത്ര അധികം അതിനൊക്കെ എന്തെങ്കിലും ഉണ്ട് നന്ദിനി. പ്രായത്തിനെ കാണിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പ്രായത്തിൻ്റെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊന്നുമില്ല. ഇതിൽ പ്രായം വരുന്ന ചെസ് കളിക്കാൻ, മറ്റെന്താണ് ഈ സിഗരറ്റ് കളിക്കാൻ, കള്ളുടിക്കാൻ, വേറെ എന്തെങ്കിലും ഉണ്ടാവോ? അങ്ങനത്തേനൊക്കെ എന്തെങ്കിലും പ്രായം വരുന്നത്. ഞാൻ പറഞ്ഞത് നമുക്ക് നടക്കൂലത്. ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് ഇഷ്ടപ്പെടില്ല, ഉറപ്പാണ്. ഇതിന് മുന്നേ ഓർമ്മ മൂവീസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇഷ്ടപ്പെടില്ല. മാക്സിമം ചിലപ്പോൾ ആവറേജ് രീതിയിൽ ചിലപ്പോൾ തോന്നിക്കൂടായില്ല. കാരണം ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ കുറേ കൂടി സീരിയസ് ആയിട്ടാണ് വരും. പക്ഷേ എനിക്കത് ഇഷ്ടമായിട്ടില്ല. അതിലൊരു ഫണ്ണും ഇല്ല, ഒരു ത്രില്ലും ഇല്ല. അങ്ങനെയാണ് ആ സാധനം നിൽക്കുന്നത്. അത് ഇങ്ങനെ എനിക്ക് ഉറക്കം വന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയ്യോ, ആ സിനിമ ഉണ്ടെങ്കിലാണ് കുറച്ച് നേരം ഉറങ്ങേണ്ടി വരും, ഉറക്കൊന്ന് പോകാൻ. അത്രക്കും എനിക്കത് ഇഷ്ടമായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ഗോസ്റ്റ് ബസ്റ്റേഴ്സ് തീരെ വർക്കായില്ല. ഒന്നുമില്ലാതെ ഒരു സാധനം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ചിന്ത തന്നെ മാറിയിട്ട്, ഒരു ഹൊറർ മൂവിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നൊരു ചിന്ത തന്നെ മാറിയിട്ട് ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു തെളിയിച്ചാണ്. അതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ഇസ് അഗിത് ടോക്സ് സൈനിങ് ഔട്ട്.